ഞാൻ ഈ മദർ തെരേസയുടെ ടീച്ചറോടെ പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു ചെറിയൊരു നെയിം പ്ലേറ്റ് ഉണ്ട്, മദർ തെരേസ. എനിക്ക് കോൺഗ്രേഷൻ്റെ ഒരു പേരായിരിക്കും. മിക്കവാറും മദർ യാത്രയിലായിരുന്നു. അപ്പോൾ എപ്പോഴും ഇന്നൗട്ടിനകത്ത് ഔട്ട് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിവിടെ ചെല്ലുമ്പോൾ മദർ തെരേസ ഇന്നെന്നൊരു വാക്ക് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുക. ആ ഒരു ചെറിയ മഠത്തിനകത്ത് ആ അന്തേവാസികൾ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ അവർ പ്രസന്റാ ഈ സന്ധ്യയിൽ. വെറുതെ നമുക്കും അത് വെറുതെ ചിരിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ നല്ല പേരുകൾ, കുറെ കൂടി മെച്ചപ്പെട്ട ലോകത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന മനുഷ്യരുടെ പേരുകളൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഒരു സിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു ഈ കൽക്കട്ടയിൽ. അവർ സിസ്റ്റർ നിവേദിത എന്നാണ്, നമുക്കറിയാം. അങ്ങനെ വളരെയേറെ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു സത്ത തേടി എത്തുകയും വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയൊക്കെ ആയിട്ട് മാറിയ നിവേദിതയും ഇത് കണക്ക്. നിവേദിതയുടെ അച്ഛൻ വാസ്തവത്തിലൊരു അച്ഛനായിരുന്നു, പാസ്റ്ററായിരുന്നു, അല്ല പ്രീസ്റ്റായിരുന്നു. അപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ചില മനുഷ്യർ നമ്മൾ പാർക്കുന്ന ലോകത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ സ്വപ്നം കണ്ടു എന്നുള്ളത് ഒറ്റ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന് കുറച്ചുകൂടി ഒരു സമാധാനം തരുന്ന ഒരു വിചാരം. ഒറ്റ ലോകം. ഇപ്പം മദറിന്റെ സ്ഥലം അൽബേനിയ എന്ന് പറയുന്നത് ലോകത്ത് ഒരിടത്ത് മാത്രമേ എത്തീസം ഈ ഭരണഘടനയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. സെക്കുലർ നേഷൻസ് ഒത്തിരി ഉണ്ട്, പക്ഷെ എത്തീസം തന്നെ തങ്ങൾ ഒരു ക്രമമായിട്ട് എടുത്തിരിക്കുന്ന ലോകത്തെ ഒരു ഏകരാഷ്ട്രമാണ് ഈ അൽബേനിയ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഒരുപക്ഷെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് വരുന്നത്. അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചില ഇൻസിഡൻസ് ഒക്കെ ടീച്ചർ നമുക്കറിയാം. നല്ല ഭാഷയും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള ഒരു എഴുത്തിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള, അതിൻ്റെ വരപ്രസാദം കിട്ടിയ ഒരാളാണ്. അപ്പം ഇങ്ങേട്ടത് പറഞ്ഞു പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പുറത്തായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 6 ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഒരാളോട്. അതിങ്ങനെ ഒരു മതത്തിൻ്റെയും പദങ്ങൾ അതിനകത്ത് വരുന്നില്ല, ഒരു മതത്തിൻ്റെയും ആചാരങ്ങൾ അതിനകത്ത് വരുന്നില്ല. ഇങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ജോണത്തൻ ക്രോസ് ഒക്കെ പറയുന്ന കണക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബി ജഡ്ജ് ബൈ ലവ്. വേറെ ഒന്നുമില്ല. ഒരാൾ എന്ത് ചെയ്തു, എന്ത് ശേഖരിച്ചു, എന്തുമാത്രം വെട്ടിപ്പിടിച്ചു, എന്തുമാത്രം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ പശ്ചാത്തലത്തിൽ വെറുതെ ഒരു ഓർമ്മയായിട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഒരാൾ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. വേറെ ഒന്നും മാനദണ്ഡമല്ല. അർത്ഥത്തിൽ ഒരു 6 ചോദ്യങ്ങളാണ് നേരത്തെ പുറത്തായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത്. 1, എനിക്ക് വിശന്നു. 2, എനിക്ക് ദാഹിച്ചു. 3, ഞാൻ പരദീശയായിരുന്നു, ഞാൻ സ്ട്രേഞ്ചറായിരുന്നു. 4, ഞാൻ നഗ്നനായിരുന്നു. 5, ഞാൻ രോഗിയായിരുന്നു. 6, ഞാൻ തടവറയിലായിരുന്നു. വാട്ട് ഡിഡ് യു ഡു വിത്ത് മീ? ഒരിടത്ത് പോലും പള്ളിയിൽ പോണ കാര്യം ചോദിച്ചിട്ടില്ല, സൺഡേ സ്കൂള് അറ്റൻഡ് കാര്യം പറയുന്നില്ല. ഭീകരമായ സെക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വാട്ട് ഡിഡ് യു ഡു വിത്ത് ഹ്യൂമൻ കൈൻഡ്? അതിങ്ങനെ ഓരോ കാലത്തും ഈ പദങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നഗ്നത എന്ന് പറയുമ്പോഴേക്കും മിക്കവാറും മനുഷ്യർക്ക് ഇപ്പോൾ ഉടുക്കാനുണ്ട്. അപ്പം എന്തായിരിക്കും നഗ്ന കൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യൻ അപമാനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. എന്തെങ്കിലും ഒരു വ്യക്തി ഇത്തിരി ഇങ്ങനെ ചുരുണ്ടുകൂടും തോന്നിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന വിളിക്കുന്ന വാക്കാണ് ഈ നഗ്നനെ ഉടുപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഫിസിക്കൽ ഒരു അർത്ഥം മാത്രമല്ല ഇതിനകത്തൊക്കെ കിടക്കുന്നത്. ഇപ്പൊ തടവറയിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അടഞ്ഞുപോയ മനുഷ്യരുണ്ട്. സിനിമ കാണാനൊക്കെ താല്പര്യമുള്ളവരാണ് ഈ കൂട്ടത്തിൽ വളരെയധികം പേര്. കണ്ടിട്ടിലും നിശ്ചയമായിട്ട് നമ്മൾ കണ്ടൊരു പടം എന്ന് പറഞ്ഞ റൂം എന്ന് പറഞ്ഞൊരു പടം, ബേസിക്കലി ഒരു കനഡിയൻ ഫിലിമാണ്. എന്തോ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഒരു സ്ത്രീയെയും ആ കുഞ്ഞിനെയും ഒരു അടച്ചിട്ട മുറിയിൽ പാർപ്പിക്കുന്ന ഒരു പുരുഷൻ. ഈ മുറിക്ക് പുറത്തൊരു ലോകമില്ല. അപ്പൊ ഓരോന്ന് വെറുതെ ഒരു പാറ്റയെ കണ്ടാലും കുട്ടി പറയും വേളയാന്ന് പറയും, ഡ്രാഗൺ എന്ന് പറയും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് വെറുതെ പാറ്റ മാത്രമാണ്, ചെറിയ ജീവിയാണ്.
വലിയ ജീവികളൊക്കെ ഈ മുറിക്ക് പുറത്തുണ്ട്. കാരണം അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി മുറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചങ്ങ് മുമ്പോട്ട് പോകും. ഇപ്പൊ മനുഷ്യരെ പല രീതിയിൽ അടഞ്ഞു പോകുന്ന ഒരു കാലത്തിനകത്ത് ഈ തടവ് ജയിൽ ബേർഡിനെ സന്ദർശിക്കാനും അർത്ഥം അത്രേ ഉള്ളൂ. ഇതല്ല ഇതിന് പുറത്തുണ്ട്. ഇപ്പൊ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ ഈ ഏശയുടെ പുസ്തകമുണ്ട്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടെസ്റ്റാണ്, പല ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള പുസ്തകം. പിന്നെ ആദ്യ ഘട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഭയങ്കര ഈ പൊളിറ്റിക്കൽ അല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തീരുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് എഴുതുന്നത്. എന്താ സംഭവിച്ചത്? ഇതിനിടയിൽ ഈ പെർട്ടിക്കുലർ പുസ്തകം തയ്യാറാക്കിയ കമ്മ്യൂണിറ്റിക്ക് ഒരു തടവുകാലം ഉണ്ടായി. അവരെ പ്രവാസികളായിട്ട് അവർ പിടിച്ചോണ്ട് പോയി. അവര് പാർത്തത് ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ പെട്ട വ്യക്തികൾക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, പേർഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. അവിടെ പോയി ഒരു 3-4 വർഷം പാർത്തിട്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സ്റ്റാറ്റസ് എന്ത് ചെയ്യാണ്? ഉയരുകയാണ്. ഈ പരിചയക്കുറവ് കൊണ്ടാണ് മനുഷ്യങ്ങനെ അടഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയാൻ പറ്റും, ഈ പറഞ്ഞ 6 കാര്യങ്ങളെ. എന്നുവെച്ചെന്നാല് അതിന്റെ എഡിഷൻസ് മാറുന്നു മാത്രമേ ഉള്ളൂ. കണ്ടന്റ് സെയിം ആണ്. മനുഷ്യന്റെ ഒരു പർട്ടിക്കുലർ ചില കുടിസിടങ്ങളിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്തുമാത്രം നീ റിലേറ്റ് ചെയ്തു. ബാക്കി ഒന്നിനകത്തും കഥയില്ല. കഥയുണ്ടെന്നൊക്കെ വെറുതെ മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അപരിചിതനെ സ്വീകരിക്കാന്ന് പറയുന്നത്, നമ്മൾ ഈ ചെറിയ പ്രായം തൊട്ടേ കേൾക്കുന്നത് അപരിചിതരെ ഭയപ്പെടണമെന്നാണ്. കുട്ടികളുടെ നമ്മൾ എന്താ പറയുന്നത്? പരിചയമില്ലാത്തൊരു മിഠായി എന്നാ വാങ്ങരുത്. കുറച്ച് മുതിർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ പറയും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്നാൽ ഫോൺ എടുക്കരുത്. ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ പരിചയപ്പെടുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടും. നമ്മളെ കണക്ക് തന്നെ ഇടപെടൽ ആവശ്യമുള്ള, സൗഹൃദം ആവശ്യമുള്ള ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ചുരുക്കത്തിൽ ഈ മദർ തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ഒരു 6 ചോദ്യങ്ങളായിരുന്നു പറയുന്നത്. വാട്ട് ഡിഡ് യു ഡു വിത്ത് ഹ്യൂമൻ കൈൻഡ്? അതിങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അകത്തുനിന്ന് തന്നെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു വാക്ക് കമ്പാഷൻ ഫറ്റിഗ് എന്ന് പറഞ്ഞ വാക്കാണ്. നമുക്ക് തന്നെ ചിലപ്പോൾ ഇങ്ങനെ മെസ്സിലൊക്കെ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നും എന്തിനാ ഈ കമ്പാഷൻ ഫറ്റിഗ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ബാക്കി എല്ലാത്തിനകത്ത് ഫറ്റിഗ് വന്നാലും നമുക്ക് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ ഉണ്ട്. ഇതിനകത്ത് അത് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ കമ്പാഷൻ ഫറ്റിഗ് അനുഭവപ്പെടാൻ സാധ്യതയുള്ള കരുണയുള്ള മനുഷ്യയാണ് ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ തന്നെ റിന്യൂ ചെയ്യാനായിട്ട് ചില ഓർമ്മപ്പെടുത്തലുണ്ട്. അതിൽ ഒരാളാണെന്ത് ഈ അമ്മ എന്ന് പറയുന്നത്. ഈ ചുള്ളിക്കാടിൻ്റെയൊക്കെ ഒരു കവിത ഉണ്ടല്ലേ, മദർ മരിച്ച ദിവസങ്ങളിലെ അല്ലാത്തൊരു കവിതയാണ്. വെറുതെ ഒരു കരുണയുടെ ഒരു ഭാവന എന്ന നിലയിലാണ് നമ്മളവരെ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത്. അതിന് ഈ ഒരു പുസ്തകം ഇത്തരം ഒത്തുചേരലുകളൊക്കെ സഹായിക്കുന്ന ഞാൻ വിചാരിക്കുന്നു.